awaken in us a new awareness that we learn to thank for every food, to consume simply, to share with joy, and to care for the fruits of the earth as a gift from you, destined for all, not just a few. പട്ടിണി അനുഭവിക്കുന്നവർക്കായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്ത് പാപ്പ ഒരു ഭാഗത്ത് ഭക്ഷണം പാഴാക്കുകയും മറുവശത്ത് ദശലക്ഷങ്ങൾ പട്ടിണി അനുഭവിക്കുകയും ചെയ്യുന്ന വിഷമകരമായ സാഹചര്യത്തിൽ പങ്കുവയ്ക്കലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ലിയോ 14 പാപ്പ മെയ് മാസത്തിലെ പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗത്തിന്റെ വീഡിയോയിലാണ് ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ദിവസവും കഠിനമായ പട്ടിണിയിലൂടെ കടന്നുപോകുന്ന 31.8 കോടി ജനങ്ങളെക്കുറിച്ച് എന്ത് വികാരമാണ് അനുഭവപ്പെടുന്നതെന്ന് പാപ്പ ചോദിക്കുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നും എന്നാൽ പ്രാർത്ഥനയിലൂടെയാണ് അതിന് വേണ്ട ശക്തി കണ്ടെത്തേണ്ടതെന്നും പാപ്പ പറഞ്ഞു. മുറിയപ്പെട്ട അപ്പമായ യേശുവിനെ ലോകത്തിന് നൽകിയ ദൈവത്തോട് നീതിക്ക് വേണ്ടി ബശിക്കുകയും സാഹോദര്യത്തിനു വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയം നൽകുവാനായി പാപ്പ പ്രാർത്ഥിച്ചു. ഭക്ഷണം നന്ദിയോടെ സ്വീകരിക്കുവാനും ഭൂമിയുടെ ഫലങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ ഉപയോഗിക്കുവാനും വേണ്ട കൃപ പാപ്പ ദൈവത്തോട് ചോദിച്ചു. സ്വാർത്ഥമായ ഉപഭോഗ സംസ്കാരത്തിന് പകരം ഐക്യദാർഢ്യത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കുവാനും പ്രാർത്ഥനയോടൊപ്പം തന്നെ ഫുഡ് ബാങ്കുകൾ പോലുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളിലൂടെ പട്ടിണിക്കെതിരെ പോരാടുവാനുമുള്ള ശക്തി ലഭിക്കുന്നതിനായും പാപ്പ പ്രാർത്ഥിച്ചു. ഭക്ഷണത്തെ ഒരു ഉപഭോഗ വസ്തുവായി കാണാതെ കൂട്ടായ്മയുടെ അടയാളമായി കാണാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിക്കുന്നത്. May no one be excluded from the common table, and may your Spirit teach us to see bread not as an object of consumption, but as a sign of communion and care. Amen.